മക്കളെ, അടുത്ത ഒരു വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പിക്ചർ നമ്മൾ കൃത്യമായിട്ട് വരയ്ക്കുക, അത്രേ ഉള്ളൂ. സി, സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ എ ബി സി ആർ എ ബി 5 സെൻറ്റിമീറ്റർ, എ സി 12 സെൻറ്റിമീറ്റർ, ബി സി 13 സെൻറ്റിമീറ്റർ. അതായത് ത്രികോണം എ ബി സി, അതിൻ്റെ വശങ്ങൾ എ ബി 5, എ സി 12, അതുപോലെ ബി സി 13 സെൻറ്റിമീറ്റർ ആണ്. നമ്മോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് എ ബേസ്ഡ് ഓൺ സർക്കിൾ വിത്ത് ഡയമീറ്റർ ബി സി. അതായത് ഡയമീറ്റർ ബി സി ആക്കിക്കൊണ്ട് എങ്ങനെ നമ്മൾ ആ ട്രയാങ്കിൾ വരയ്ക്കും. നമ്മൾ എങ്ങനെയാണ് ട്രയാങ്കിൾ വരയ്ക്കുന്നത്? ഡയമീറ്റർ ബി സി ആകണം. നമുക്കറിയാം ഡയമീറ്റർ ബി സി ആക്കിക്കൊണ്ട് ഇത് വരച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് 13 ആണ്, ഇത് 5 ആണ്, ഇത് 12 ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ അവർ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ അതിൻ്റെ മെഷർമെൻറ്റ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഓരോ സൈഡിൻ്റെ മെഷർമെൻറ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഇതുണ്ടോ, സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ എ ബി സി, എ ബി 5, എ സി 12, ബി സി 13. അപ്പം നമുക്ക് വാട്ട് കൈൻഡ് ഓഫ് ട്രയാങ്കിൾ ഈസ് ദിസ് എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ആദ്യത്തെ ക്വസ്റ്റ്യൻ വാട്ട് കൈൻഡ് ഓഫ് ട്രയാങ്കിൾ ദിസ് ഈസ്. അതിനുശേഷമാണ് വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് എ ബേസ്ഡ് ഓൺ സർക്കിൾ വിത്ത് ഡയമീറ്റർ ബി സി. അതായത് ഇത് ഏത് തരം ത്രികോണമാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. നമുക്കറിയാം 5, 12, 13 ഇതൊരു പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണ്. ഈ പൈതഗോറിയൻ ട്രിപ്ലറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതേണ്ടോ, 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ ഈസ് ഈക്വൽ ടു 13 സ്ക്വയർ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ ആണെങ്കിൽ അതൊരു പൈതഗോറിയൻ ട്രിപ്ലറ്റാണ്. നമുക്ക് തന്നിരിക്കുന്ന മെഷർമെൻറ്റ് വെച്ച് 5, 12, 13 ഇങ്ങനെ തന്നിരിക്കുന്നതുകൊണ്ട് ഈ 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ എടുത്തു കഴിയുമ്പം 13 സ്ക്വയർ കിട്ടും. അതുകൊണ്ട് ഇതൊരു പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണ്. അത് പൈതഗോറിയൻ ട്രിപ്ലറ്റ് എന്ന് പറഞ്ഞാൽ അത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ്? വാട്ട് കൈൻഡ് ഓഫ് ട്രയാങ്കിൾ എന്ന് ചോദിച്ചാൽ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇത് ഏത് തരം ത്രികോണം ആണ്, ഏത് തരം ത്രികോണമാണ്. അപ്പം 90 ഡിഗ്രി ആംഗിൾ വരുന്ന ട്രയാങ്കിൾസ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. ഇനി ഈ ചോദ്യം വാട്ട് ഈസ് ദി പൊസിഷൻ ഓഫ് എ ബേസ്ഡ് ഓൺ ദി സർക്കിൾ വിത്ത് ഡയമീറ്റർ ബി സി. ഇവിടെ നമ്മൾ അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഡയമീറ്റർ ബി സി ആക്കി കഴിഞ്ഞാൽ ബി സി 13 തന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എ ബിയും എ സിയും 5ഉം 12ഉം ആയതുകൊണ്ട് ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാന്ന് വെച്ചാൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ ഒരു ആംഗിൾ 90 ഡിഗ്രി, ഈ പറയുന്ന ഹൈപ്പോട്ടന്യൂസിൻ്റെ ഓപ്പോസിറ്റ് 90 വരണം. അപ്പം നമ്മളോട് ഇവർ ചോദിച്ചിരിക്കുന്നത് ബി സിയെ ഡയമീറ്റർ ആക്കിക്കൊണ്ട് ഒരു സർക്കിൾ വരച്ചാൽ എയുടെ പൊസിഷൻ എത്രയായിരിക്കും, എവിടെയായിരിക്കും? എയുടെ പൊസിഷൻ എവിടെയായിരിക്കും? ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇതാ, വാട്ട് ഈസ് ദി പൊസിഷൻ ഓഫ് എ ബേസ്ഡ് ഓൺ ദി സർക്കിൾ വിത്ത് ഡയമീറ്റർ ബി സി. അല്ലെങ്കിൽ പറയാം വ്യാസം ബി സി ആയ വൃത്തത്തിൽ എയുടെ സ്ഥാനം എവിടെയാണ്? നമുക്ക് ഈ പിക്ചർ കാണുമ്പോൾ തന്നെ അറിയാം, പിക്ചർ നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റുള്ളൂ. പിക്ചർ നമുക്ക് വരയ്ക്കണമെങ്കിൽ ഇങ്ങനെ പറ്റുള്ളൂ. കാരണം ബി സി ഡയമീറ്റർ ആക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് 13ഉം ഇത് 5ഉം ഇത് 12ഉം ആയതുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡയമീറ്റർ മേക്സ് 90 ഡിഗ്രി വിത്ത് ദി ആർക്ക്. അപ്പോൾ ഈ പറയുന്ന ഡയമീറ്റർ ഈ സർക്കിളിൽ 90 ഡിഗ്രി ഫോം ചെയ്യും. ബി സിയുടെ ഓപ്പോസിറ്റ് എന്തായാലും 90 വരുള്ളൂ. കാരണം എന്തുകൊണ്ടാണ്? ഡയമീറ്റർ ഇത് 13 ആയതുകൊണ്ട് നമ്മൾ നേരത്തെ കണ്ടു എ ബി സി ഒരു പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണെന്ന് കണ്ടു. അപ്പോൾ തീർച്ചയായിട്ടും ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആവും. അപ്പോൾ ബി സിയെ നമ്മൾ ഈ 13 സെൻറ്റിമീറ്റർ ആക്കി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആംഗിൾ 90 വരണം. ആംഗിൾ 90 വരണമെങ്കിൽ അത് സർക്കിളിൽ കിടന്നെങ്കിലേ പറ്റുള്ളൂ, സർക്കിളിൻ്റെ പുറത്ത് പോയാൽ പറ്റിയല്ല. അപ്പം നമ്മളോട് വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് എ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ഉത്തരം പറയും? ഓൺ ദി സർക്കിൾ, സർക്കിളിലാണത് കിടക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ഉത്തരം വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് എ, വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് എ ബേസ്ഡ് ഓൺ ദി സർക്കിൾ വിത്ത് ഡയമീറ്റർ ബി സി. അതായത് ഡയമീറ്റർ ബി സി ആക്കിക്കൊണ്ട് സർക്കിൾ വരച്ചാൽ തീർച്ചയായിട്ടും എ എന്ന് പറയുന്ന പൊസിഷൻ സർക്കിളിലായിരിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് സി
ബേസ്ഡ് ഓൺ സർക്കിൾ വിത്ത് ഡയമീറ്റർ എ ബി. അതായത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് വ്യാസം എ ബി ആയ വൃത്തത്തിൽ സിയുടെ സ്ഥാനം എവിടെയാണ്? നമുക്ക് നോക്കാം. വ്യാസം എ ബി ആയിട്ട് നമ്മളിത് എടുത്തു നോക്കി. എ ബി വ്യാസമാണെങ്കിൽ നമുക്കറിയാം എ ബി 5 ആണെന്നറിയാം. അപ്പം തീർച്ചയായിട്ടും നമ്മൾ എ ബി സി വരയ്ക്കുമ്പം സി 13 ആയതുകൊണ്ട് അതിങ്ങനെ വരുള്ളൂ. തീർച്ചയായിട്ടും അത് വൃത്തത്തിൻ്റെ പുറത്ത് വരും. അപ്പം അതുകൊണ്ട് ബി സി 12 ആണ്. അപ്പം ഇത് 5 വരുന്നതുകൊണ്ട് തീർച്ചയായിട്ടും സി ഇതിൻ്റെ പുറത്തേ വരത്തുള്ളൂ. അപ്പം ഡയമീറ്റർ എ ബി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ സിയുടെ പൊസിഷൻ ഔട്ട്സൈഡ് ദി സർക്കിൾ എന്ന് പറയണം. നമ്മോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് സി ബേസ്ഡ് ഓൺ ദി സർക്കിൾ വിത്ത് ഡയമീറ്റർ എ ബി, അല്ലെങ്കിൽ വ്യാസം എ ബി ആയ വൃത്തത്തിൽ സിയുടെ സ്ഥാനം എവിടെയാണ്? അപ്പം നമുക്ക് പറയാം വ്യാസം എ ബി ആണെങ്കിൽ സിയുടെ സ്ഥാനം സർക്കിളിന് പുറത്താണ്, ഔട്ട്സൈഡ് ദി സർക്കിൾ എന്ന് പറയണം. മൂന്നാമത് ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. വാട്ട് ഈസ് ദി പൊസിഷൻ ഓഫ് ബി ബേസ്ഡ് ഓൺ ദ സർക്കിൾ വിത്ത് ഡയമീറ്റർ എ സി? തീർച്ചയായിട്ടും നമുക്കറിയാം ഇനി എ സിയെ ഡയമീറ്റർ ആക്കിക്കൊണ്ട് ബി സിയെ ഡയമീറ്റർ, അതായത് 12നെ ഡയമീറ്റർ ആക്കിക്കൊണ്ട് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ 12നെ ഡയമീറ്റർ ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ ഈ ബിയുടെ പൊസിഷൻ എവിടെയായിരിക്കും? ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ബി ബേസ്ഡ് ഓൺ ദ സർക്കിൾ വിത്ത് ഡയമീറ്റർ എ സി? അതായത് ബിയുടെ പൊസിഷൻ എവിടെയായിരിക്കും? മക്കൾ മൂന്നാമത്തെ ഒന്ന് സിമ്പിളായിട്ടൊന്ന് ചെയ്ത് നോക്കിയേ. ഡയമീറ്റർ ബി സി എന്നല്ലേ അവർ പറയുന്നത്, ഡയമീറ്റർ എ സി എന്നാണ് പറയുന്നത്. അപ്പം 12നെ ഡയമീറ്റർ ആക്കിക്കൊണ്ട് മക്കളൊന്ന് വരച്ചിട്ട് ബിയുടെ പൊസിഷൻ എവിടെയാണെന്ന് സാറിനോടൊന്ന് പറയണം. സാറിന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഈ 12 എന്ന സൈഡിനെ ഡയമീറ്റർ ആക്കിക്കൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് ബി അപ്പോൾ എവിടെയായിരിക്കും നിൽക്കുന്നത്? ആ സർക്കിളിൻ്റെ അകത്താണോ, സർക്കിളിലാണോ, സർക്കിളിൻ്റെ പുറത്താണോ? അത് സാറിന് കമൻ്റായിട്ട് മക്കളൊന്ന് എഴുതി അറിയിക്കണം. അപ്പോൾ സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാനും മക്കൾ മറക്കരുത്.